ഹലോ നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ തിരിച്ചറിവാണ്. നമ്മളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു തുടക്കം കുറിക്കുമ്പോൾ അതെങ്ങോട്ട് പോകണം, എവിടെ നിർത്തണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച്, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഒരുപാട് നമ്മൾ സംസാരിച്ചു. നിങ്ങൾ പലർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകളാണ്, അതിൽ വിജയിച്ച ആളുകളുണ്ട്, അതേമാതിരി കുറച്ച് പരാജയങ്ങൾ അടഞ്ഞെങ്കിലും വീണ്ടും തിരിച്ച് ആ റൂട്ടിൽ തന്നെ കയറി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, പോസിറ്റീവായിട്ടുള്ള ആളുകളാണ്, പോസിറ്റീവ് മൈൻഡായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ഒരു അറിവ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പം നമ്മൾ ഒരുപാട് ആളുകളുമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഫേമുകളുമായിട്ടും ഒരുപാട് ഇൻവെസ്റ്റേഴ്സുമായിട്ടും ഉള്ള ബന്ധങ്ങൾ വെച്ച് നമ്മൾ ഒരു അറിവ് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഒന്ന് ശ്രദ്ധിക്കുക, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോട്ട് വെക്കുകയാണെങ്കിൽ, എന്തിനു വേണ്ടി? നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് അതിന് മറുപടി എഴുതുക. എന്തിനു വേണ്ടി ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എന്താണ് എൻ്റെ ലക്ഷ്യം? ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ അദ്ദേഹത്തിന് വന്നേക്കാവുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും, അങ്ങനെയാണ്. ഇപ്പോൾ ലോകത്ത് മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോ തുടങ്ങി അവരതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും, കോഴ്സുകളും അതേമാതിരി എഡ്യൂക്കേഷനും കഴിഞ്ഞ് അവർ ആ മേഖലയിൽ എത്തി അവർ വിൻ ചെയ്യുന്നു. ആ മേഖലയിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയർ, ഡോക്ടർ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മേഖലയിൽ അതിൻ്റെതായ കോഴ്സുകളും കാര്യങ്ങളും ചെയ്തെല്ലാം പഠിച്ച് അതിൽ ഡിഗ്രിയും ഡിപ്ലോമയും എടുത്ത് ഇതിൻ്റെ എല്ലാ ടെക്നിക്കുകളും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ലോകത്തുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് കേട്ടറിവുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകൾ, കുറച്ച് അറിവുകൾ, ഇത് വളരെ നിസ്സാരമായി പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത് അവതരിച്ചിട്ടുള്ളത്. ട്രേഡിംഗ് എന്നുള്ള സംഭവം, ഇതിന് ഒരുപാട് പേര് എൻ്റെ കൂടെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കൂടിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്, ഒരുപാട് തട്ടിപ്പുകൾ കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇതിനെക്കുറിച്ച് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി അത് ആവർത്തിക്കുന്നില്ല. ബട്ട് എനിക്ക് ഉത്തരം കിട്ടേണ്ടത്, നിങ്ങൾ എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് ഉത്തരം കിട്ടേണ്ടത്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് വന്നേക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണം സ്വരുക്കൂട്ടാനുള്ള ഉദ്ദേശമായിരിക്കും നിങ്ങളുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാനുള്ള പ്രചോദനം. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിങ് ഇങ്ങനെയുള്ള കാര്യത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളുടെ ഒരു മാനസികാവസ്ഥ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ മാനസികാവസ്ഥ. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സത്യം ചോദിക്കാമല്ലോ, ചിന്തിക്കുന്നത് മറ്റ് തൊഴിലിനൊന്നും പോവാതെ ഈ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ നമ്പർ 1 ചോദ്യം. നിങ്ങളോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? കൈ നനയാതെ, മീൻ പിടിക്കാതെ, വിയർക്കാതെ കുറച്ച് കാശുണ്ടാക്കണം, സുഖമായി ജീവിക്കണം, മറ്റുള്ളവരെ പോലെ വലിയ വാഹനവും അതേമാതിരി വലിയ വീടും സെറ്റപ്പൊക്കെ ആയിട്ട് ജീവിക്കണം. ഇതിന് നിങ്ങൾക്ക് ചൂണ്ടുപലകയായിട്ട് ഒരുപാട് വീഡിയോകളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഒരു ദിവസം ഇത്ര ഏൺ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഏൺ ചെയ്യുന്നുണ്ട്, എൻ്റെ പോർട്ട്ഫോളിയോ കണ്ടോ, അത് ഇത് എന്നിട്ട് ഒരുപാട് നമ്മളെ ബാക്കപ്പ്, നമ്മളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവരും നമ്മളെ ആകർഷിച്ച് കൊണ്ടുപോയി ഏത് കെണിയിലാ ചാടിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാത്തവരും ഉണ്ട്, എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഇതുകൊണ്ട് ജീവിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു 3 വർഷത്തെ കോഴ്സോ 5 വർഷത്തെ കോഴ്സും കഴിഞ്ഞു വരണം. നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. നെഗറ്റീവ് പറയല്ല. കാരണം നിങ്ങൾക്കൊരു ഇൻകം, വരുമാനം വേണം, ഒരു വരുമാന സ്രോതസ് വേണം. നിങ്ങൾ എത്ര ആളുകൾ ഈ ട്രേഡിങ് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മറ്റൊരു വരുമാനം, ഒരു ജോലി ഉണ്ട്. ഒരു ജോലി ഇല്ലാത്ത ഒരാൾക്ക് പറ്റിയ പരിപാടികൾ ഈ ലോകത്തൊന്നുമില്ല. ഒരു ജോലി വേണം, നമുക്കൊരു ഇൻകം വേണം, നമുക്കൊരു വരുമാനം, സാലറി അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം തീർച്ചയായിട്ടും വേണം. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യണം. ജോലി ചെയ്യാതെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും വന്ന് ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലോ എടുത്ത് വീട്ടിലിരുന്നിട്ട് ഇത് ട്രേഡിംഗ് പറഞ്ഞിരുന്ന എന്താവും നമ്മുടെ നാടിന്റെ ലോകത്തിന്റെ അവസ്ഥ? ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലായി ചിന്തിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോ എത്രയോ വർഷങ്ങളായി ഫിനാൻഷ്യൽ ഇങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിച്ച് ഫണ്ട് മാനേജർ ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്.
എത്ര എഡ്യൂക്കേഷൻ ഉണ്ട്, അവർ വിദേശത്ത് വരെ സ്കോളർഷിപ്പോട് കൂടി പോയി പഠിച്ചു വന്ന ആളുകളാണ്, വലിയ വലിയ സർവകലാശാലകളിൽ പഠിച്ച ആളുകളാണ്, അവിടെ പ്രൊഫസർമാരായിട്ട് വർക്ക് ചെയ്യാനും അതിൻ്റെ അപ്പുറത്തുള്ള യോഗ്യതയുള്ള ആളാണ്, ഒരുപാട് ബാങ്കുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഇവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് പറയുക, അവരൊരിക്കലും വീട്ടിലിരുന്നു കൊണ്ട് ട്രേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഓൺലൈനിൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ചിന്തയല്ല അവരുള്ളത്. അവർ ചെയ്യുന്നത് ഏതെങ്കിലും വലിയ ബാങ്കുകൾ, ആ ബാങ്കുകളിൽ ജോലി ചെയ്തുകൊണ്ട് അവിടുത്തെ ഫണ്ട് മാനേജറായിട്ട് അവിടുത്തെ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവരെ ബാങ്കിന് പ്രോഫിറ്റ് ഉണ്ടാക്കി അവരവിടുത്തെ സാലറി വാക്കി അവരെ ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യണം അയാൾ, ആ ഒരു വ്യക്തികൾ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് അവർക്കത് ചെയ്തുകൂടാ? അപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു തൊഴിലില്ലാത്തവന് ഈ മേഖല പറ്റിയതല്ല. ഒരിക്കലും ഒരു അത്ഭുതം സംഭവിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇതാക്കണോ, ഇൻവെസ്റ്റ് ചെയ്തു ഇത്ര കോടി കിട്ടും ഇത്ര ലക്ഷം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കരുത്. ഈ ഒരു കാര്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. നിങ്ങൾ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വരുന്ന ഇൻകം, വരുമാനം, സാലറി, ഓക്കെ, സാലറിനെ കൂട്ടിക്കോളൂ, സാലറി അല്ലെങ്കിൽ വേജസ്, നമുക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ വേജസ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഒരു ഭാഗം എന്ത് ചെയ്യും? നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റും. ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുമ്പോൾ എന്താ സംഭവിച്ചെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രോത്ത് എത്രത്തോളം കൂട്ടണം, എത്രത്തോളം റിസ്ക് എടുക്കാം, എത്രത്തോളം സ്ലോയിൽ മതി എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. മനസ്സിലായോ? ഈ ഒരു കാര്യം പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. പല ആളുകളും ഞാൻ പരിചയപ്പെട്ട് സംസാരിച്ച ആളുകളുടെ ഒക്കെ ഒരു ധാരണ, ഇവിടുന്ന് അങ്ങോട്ട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് ലൈഫ് അങ്ങോട്ട് സുഖാക്കാം, ഒരു പണിക്കും പോകണ്ട, വീട്ടിലിരുന്നിട്ട് അടിപൊളിയായിട്ട് വണ്ടി, കാറും, വീടും, സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ള ചിന്താഗതിയാണെങ്കിൽ മക്കളെ, നിങ്ങൾ മൂഢസ്വർഗത്തിലാണ്, നിങ്ങൾ പോകുന്നത് വലിയ കുഴിയിലേക്കാണ്. അപ്പൊ ഇക്കാര്യം ശ്രദ്ധിക്കുക. സാലറി ഇവിടെ ജനറേറ്റ് ചെയ്യണം, നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യണം. സാലറി അല്ലെങ്കിൽ വേജസ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കൂലിയോ മന്ത്ലി ആയിട്ടുള്ള സാലറി, ഇൻകം ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടണം. ഈ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഇത് നമ്മുടെ എക്സ്പെൻസുകൾ, കാര്യങ്ങൾ, നമ്മുടെ ഫാമിലികൾ, എല്ലാ റിസ്കുകളും നമ്മൾ അറിയണം. അപ്പോഴൊരു മനുഷ്യനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തോ ആയി പോകും. ഒരു ഉദാഹരണത്തിന് ഏറ്റവും ചുരുങ്ങിയത് 10K സാലറി ഉണ്ട്, ഏറ്റവും ചുരുങ്ങിയത് കണക്ക് കൂട്ടിയാൽ മതി. 10K സാലറി ഉണ്ട്, 5K നിങ്ങൾ എന്ത് വേണം എക്സ്പെൻസ് ചിലവഴിക്കുക, കുഴപ്പമില്ല. അത് ഒരു ഉദാഹരണത്തിന് പറയാട്ടെ. നിങ്ങൾ 9K ചിലവഴിച്ചോ 10K ചിലവഴിച്ചോ അതല്ല വിഷയം, ഈ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയണം. ഓക്കെ, അപ്പൊ ഈ 10K എന്നുള്ളത് കുറച്ച് മോശമായി തോന്നുന്നുണ്ടെങ്കിൽ 1 lakhs ആക്കാൻ കുഴപ്പമൊന്നുമില്ല, പ്രശ്നം, നോ പ്രോബ്ലം. ഇതൊരു ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 10K സാലറി ഉള്ള ആൾ 5K ചിലവഴിച്ച ബാക്കി അയാളടുത്ത് 5K ഉണ്ടാവും. ഈ 5K എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് നേരെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ 5K കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു RD ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമ്പയർ ചെയ്യാം. RD ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 7% അല്ല, മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ അതിന് ഫണ്ടിനനുസരിച്ച് ഓരോരോ റേറ്റുകൾ വരും. അതേമാതിരി ഡയറക്റ്റ് നിങ്ങൾ ഷെയർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോഫിറ്റ് കിട്ടും. അവിടെയാണ് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കേണ്ടത്. ഇവിടെ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തുമ്പോൾ, അതായത് സാലറി കിട്ടി, വേജസ്, അതായത് സാലറി കിട്ടി, ആ പൈസ നമ്മൾ എക്സ്പെൻസ് കാര്യങ്ങൾ കഴിഞ്ഞ് ഈ സേവിങ്ങിലാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ മാർക്കറ്റിൽ എങ്ങനെ ഇടപെടണം, അതായത് ട്രേഡിങ് വേണോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മോഡിറ്റി വേണോ, എന്ത് വേണം നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ഗ്രോത്ത്, ഇവിടെയാണ് നിങ്ങൾ ഗ്രോത്ത് വളർത്തേണ്ടത്. അല്ലാതെ ഇതിനെ പാടെ മറന്നുകൊണ്ട് ഇവിടെ മാത്രം നിങ്ങൾ ചിന്തിച്ചിട്ട് എങ്ങനെയും കുറച്ച് കടോ ലോണോ എടുത്തിട്ട് ഇവിടെ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ കഥം ഫിനിഷ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റീവായിട്ടുള്ള മനുഷ്യനായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടിനും തയ്യാറില്ല, ഒന്നും എനിക്ക് പ്രശ്നമില്ല, ഒന്നും എനിക്ക് ആവശ്യമില്ല, ഓൺലി വരുമാനം, ഒരുപാട് ക്യാഷ് ബാങ്കിൽ കിടക്കണമെന്ന ചിന്തയാണെന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിന് എന്താണ് ഒരു അർത്ഥമുള്ളത്? ഒരു ദിവസം നിങ്ങൾ എത്ര വാഹനത്തിൽ സഞ്ചരിക്കും? നിങ്ങൾ 10-15 വാഹനം, മേഴ്സിഡീസ്, റോൾസ് റോയ്സ്, ഇങ്ങനെ എല്ലാ വാഹനങ്ങളും, ഫെറാരി എല്ലാം വാങ്ങി വെച്ചു. പക്ഷെ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഒരു വാഹനത്തിൽ, ഒരു സീറ്റിലായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ, 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഡെയിലി ഫുഡ്, ഏത് ഫുഡ് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ നിങ്ങളുടെ വയറ് നിറയും പറ്റില്ല, കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മൾ റിസ്ക് അറിഞ്ഞുകൊണ്ട് ഈ റിസ്കിലൂടെ സമ്പാദിച്ച പണം ഇവിടെ എത്തുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ സ്ട്രാറ്റജിക്കും നിങ്ങളുടെ തീരുമാനത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്. ഇപ്പൊ സാലറി ആയി, നമ്മൾ ജോലിക്ക് പോയി, ആ ജോലിക്ക് പോയ പൈസ വെച്ച്, സാലറി വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ എക്സ്പെൻസ് കാര്യങ്ങൾ നോക്കി, ഇതിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് നമ്മൾ ജീവിക്കാന്നുള്ള ചിന്ത വിട്ടു.
ഓക്കെ, ആ ചിന്ത വിട്ടു, ഇതിവിടെ കിടക്കണം, അവിടെ കടന്നോട്ടെ, വളരട്ടെ. ഓക്കെ, സ്ലോലോ ഫാസ്റ്റിലോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ ആണ് അടുത്തത് വരുന്നത് വെച്ചെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് എന്തെല്ലാമാണ് ഇൻവെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ ഇൻവെസ്റ്റ് എന്താന്നുള്ളതാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും എങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതിന് തുടക്കം ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പാണ് എന്തിനെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഏറ്റവും നല്ല ഇൻവെസ്റ്റ് ചെയ്ത്. ഇതിലും ഒരുപാട് ആളുകൾ കൺഫ്യൂഷൻ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. കാരണം വലിയ വലിയ കമ്പനികളും അതിന്റെ പേരും കേട്ട് പ്രശസ്തിയും കേട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെ ലെവലിൽ പോകുന്ന ആൾക്കാരുണ്ട്. 100% ഗ്യാരണ്ടിയാണ് ഇക്കാര്യം. ഞാൻ പറയാം അടുത്ത വീഡിയോ. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയി. അടുത്ത വീഡിയോയിൽ ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. ഒരു മനുഷ്യന്റെ, ലോകത്തൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് എങ്ങനെ മാറ്റാം, എങ്ങനെയുള്ളതാണ് ഇനി അടുത്ത വീഡിയോ സംസാരിക്കുമ്പോൾ. എനിവേ, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇതിന് മുന്നുള്ള വീഡിയോകൾ കണ്ടു തന്ന സപ്പോർട്ടിന് നന്ദി. ഇനിയും വരുന്ന വീഡിയോകൾക്ക് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക് യു വെരി മച്ച്.